ഷമി, സുഭദ്രയെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അയൽവാസികൾ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഈ സുഭദ്രയുടെ വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന നാരായണൻ ചേട്ടൻ കൂടെയുണ്ട്. ചേട്ടൻ എന്നാ ഈ ചേച്ചി അവസാനം കാണാൻ 4-ാം തീയതി മുതലാണ് കാണാനില്ലാതെ എന്ന് പറഞ്ഞത്? അന്ന് കണ്ടിരുന്നു. 3-ാം തീയതിയാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവരുടെ ബാക്ക് സൈഡാണ്. ഞാൻ കടയിൽ പോയിട്ട് വരുന്ന വഴി നോക്കുമ്പോഴത്തേക്കും അവർ വടക്കോട്ട് പോകുന്നു. ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. സ്ത്രീയാണ് കാരണം അവർ സാരിയാണ് ഉടുത്തിരുന്നത്, ഇവർ ചുരിദാറും, സുഭദ്ര. അപ്പോൾ അങ്ങോട്ട് പോകാൻ പതിവില്ല. അതുകൊണ്ട് നോക്കി ഒരു വളവ് ചെയ്യുന്നത് വരെ നമ്മുടെ സൈറ്റ്. എങ്ങോട്ടാ പോയത്? വടക്കോട്ട് പോയി. എങ്ങോട്ടാണെന്ന് അറിയില്ല. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. കൂടെ ഉണ്ടായിരുന്നു ആരാ? അയ്യോ, ബാക്ക് മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ ആരാണെന്ന്. ഇപ്പൊ ഈ ഒരു ഷർമിള എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു കാര്യം പറയുന്നല്ലോ, അത് അവരെ കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടുണ്ട്. അതാരാ? അത് ഷർമിള ഈ ട്രാൻസ്ജെൻഡർ ആണെന്നും അറിയുന്നതും ഇപ്പോഴാണ്. ഈ കാര്യങ്ങൾ വന്ന് സംസാരത്തിൻ്റെ ഇതിൽ നിന്നും മനസ്സിലായ അവരാണുമല്ല പെണ്ണുമല്ല എന്ന് പറഞ്ഞൊരു സ്ത്രീയാണെന്ന് അല്ല ഒരു ജീവിയാണെന്ന് മനസ്സിലായത്. ഈ സുഭദ്രയും ഷർമിളയും തമ്മിൽ എന്താ പരിചയം? എങ്ങനെയാ പരിചയം? അവർ സുഭദ്രയും പിന്നെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ്. അവിടെ ലോഡ്ജ് നടത്തിയിരുന്നു ഈ കുട്ടികളെ താമസിപ്പിച്ച് ആഹാരം കൊടുത്തു. കിഴക്ക് വശം. അപ്പോൾ ഈ അതിന് ഇത് നടത്താനായിട്ടുള്ള പൈസ കൊടുത്തിരുന്നത് സുഭദ്രയാണ്. സുഭദ്രയും ആ സ്ത്രീയും തമ്മിൽ തെറ്റുപിരിഞ്ഞു. കാര്യം രണ്ടാമത് പൈസ ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല. അവർ പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സുഭദ്ര ഇങ്ങോട്ട് പോന്നു. ഷർമിള അവിടെ താമസിച്ചിരുന്നതാണ്. അവിടെ താമസിച്ചിരുന്നതാണ്. അപ്പോൾ കൂടെ സുഭദ്രയും ഈ ഷർമിളയും പോന്നു. ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ ഷർമിള കൂടെ ഉണ്ടായിരുന്നു. സുഭദ്രയുടെ കൂടെയാണ് താമസിച്ചത് ഷർമിള? താമസിച്ചിരുന്നു ഇവിടെ. അവിടെ വേറെ, അവിടെ ലോഡ്ജിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവർ പിരിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങോട്ട് പോന്നു. അതിനുശേഷം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ അങ്ങോട്ട് പോയി എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെയാണ് സുഭദ്ര പറയുന്നത് ഇവർ ഏതോ ഔട്ട് സ്റ്റേറ്റിലുള്ളതാണ്, വലിയ ഡിഗ്രിയൊക്കെ ഉണ്ട്, പിന്നെ സാമ്പത്തികമായിട്ട് അവരുടെ സ്വത്തുകളൊക്കെ ഭാഗിച്ചിട്ടുണ്ട്, അത് മേടിക്കാൻ പോകണം, അതിന് കൂടെ പോകണം എന്നാലും ചേട്ടാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ, ഒരാൾക്ക് സഹായിക്കുന്നത് ഏറ്റവും വലിയ. അവരങ്ങനെ ഏത് കാലത്ത്? ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്? അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. അവരിവിടെ താമസിച്ചിരുന്നൊക്കെ 15 വർഷം മുമ്പാണോ? ആണോ? ഈ ഷർമിള 15 വർഷം മുമ്പ് തൊട്ടുള്ള ബന്ധമാണ് ഷർമിള. പിന്നെ ഈ ഷർമിളയുടെ എന്തോ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വരാൻ? അങ്ങനെ ഷർമിളയുടെ വിവാഹം കഴിഞ്ഞത് ഈ സുഭദ്രയുടെ മേൽനോട്ടത്തിലാണെന്നാണ് സുഭദ്ര എന്നോട് പറഞ്ഞത്. അവരങ്ങനെ ഒരു ബാഹ്യമായ ഒരു കാഴ്ചപ്പാടിന് ഒരു ഇതിനു വേണ്ടി അങ്ങനെ ഒരു ഇതാണ് അത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതാണോ എന്താണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഷർമിളയുടെ ബോഡി ഏതായിട്ട് എന്തോ ആയിട്ട് ഒക്കെ നിന്ന് വർക്ക് ചെയ്തു അവരെ കല്യാണമൊക്കെ കഴിച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ജോലി മീൻപിടുത്തമാണ്, ആലപ്പുഴയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഇവര് സുഭദ്ര അങ്ങോട്ട് ആലപ്പുഴയിലേക്ക് ഇതിനു മുമ്പ് പോകാറുണ്ടോ? പോയിട്ടുണ്ടായിരിക്കണോ? അതാ ഇപ്പോഴും അങ്ങനെ ആലപ്പുഴയിലേക്കാണോ ലാസ്റ്റ് പോയതെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. ഈ സുഭദ്രയുടെ മക്കളൊക്കെ എവിടെയാണ്? ആരാണ് അവരൊക്കെ? സുഭദ്രയുടെ മക്കൾ 3 പേരുണ്ടായി. ഒരാൾ മരിച്ചുപോയി. പിന്നെ രണ്ടാമത്തെ ആൾ ഈ ഗാന്ധിനഗറിൽ താമസിക്കുന്നു. മൂന്നാമത്തെ ആൾ തൃപ്പൂണിത്തുറയും ഈ ചോറ്റാനിക്കരയിലെ ഇടയ്ക്കുള്ള സ്ഥലം. 3 ആൺമക്കളാണ്. മരിച്ചുപോയി. അയാൾക്ക് ഈ ഫിഷറീസിലെ ക്യാൻറ്റീൻ, ഇവിടുത്തെ ഓഫീസിലെ ക്യാൻറ്റീനിലെ കുക്കായിരുന്നു. അങ്ങനെ ഈ മക്കളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ സുഭദ്ര ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അതെന്താ അവർ വിളിച്ചു കൊണ്ടുപോയിരുന്നു? അവരൊരു പ്രത്യേക മൈൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ആകെ ആവശ്യം കാശാണ്. അവരുടെ പൈസയാണ് അവരുടെ ആഗ്രഹം മുഴുവനും. സുഭദ്രയുടെ അതാണല്ലോ പലിശയ്ക്ക് കൊടുക്കുന്നത്. അതാണ് അവർക്ക് പലിശയ്ക്ക് പണം നൽകുന്ന പരിപാടി ഉണ്ടായിരുന്നതല്ല, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഷർമിളയായിട്ട് അങ്ങനെ ഇടപാടുണ്ടായിരുന്നു? അതറിഞ്ഞൂടാ. അത് ഉണ്ടാവാൻ വഴിയില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഡെയിലി പൈസ ഡെയിലി കൊടുത്ത്, അത് ബിസിനസ്സുകാർക്ക് ആണ് അധികം കൊടുക്കുന്നത്. അപ്പോൾ ഡെയിലി കാശ് കൊടുത്ത് മേടിക്കുന്ന പരിപാടിയാണ്.
അത് ഇങ്ങനെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളാവുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കം പ്രശ്നങ്ങളൊക്കെ സാധാരണ ഉണ്ടാവാൻ സാധ്യത അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാനും ബിസിനസ് നടത്തിയതാണ്. ഞാനും അവരോട് പൈസ മേടിച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ. അതിപ്പോൾ ഇങ്ങനെ കാണാതാവുകയും അതിന് എന്താ ചേട്ടൻ എന്താ തോന്നുന്നു, അയൽവാസികളായിരിക്കും ആരാവും അങ്ങനെ അതിന് പിന്നിൽ എന്തെങ്കിലും തോന്നലുണ്ടോ? പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ, നമുക്കതിൻ്റെ ആവശ്യമില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അവരുടെ ബാഹ്യമായ ജീവിതത്തിലോ അല്ലെങ്കിൽ ഇൻ്റർനായിട്ടുള്ള കാര്യങ്ങളിലോ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അയൽവാസികളെക്കാട്ട് നല്ല ബന്ധത്തിലായിരുന്നു അവർ നല്ല ബന്ധത്തിലായിരുന്നു, വന്നു പോവാറുണ്ട്. അവർ ഇപ്പം രാധാകൃഷ്ണൻ പറഞ്ഞ രഞ്ജി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ വിളിച്ചാൽ പാടില്ല എന്നാണ് ചേട്ടാ. അവർ പറഞ്ഞതനുസരിക്കില്ല. അവർ തോന്നിവാസത്തിൽ ഇങ്ങനെ നടക്കുക, ഒറ്റയ്ക്ക്. പിന്നെ എന്ത് ചെയ്യും? മക്കൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളെന്തെന്നാ പറയുക? 3-ാം തീയതിയാണ് അപ്പോൾ അവസാനമായിട്ട് അവരെ കണ്ടത്. 3-ാം തീയതിയാണ് അവസാനമായിട്ട് കാണുന്നത്. അതിനുശേഷം കാണാതായി എന്നുള്ള വിവരം ഈ മകൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. മകൻ പറഞ്ഞിട്ടല്ല, ഇവിടെ പോലീസും ഇവരും ഒക്കെ വന്നതിന് ശേഷമാണ് വിവരം അറിയണത്.